ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ ദൃശ്യക്ക് വിശക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ അവനെ പിടിച്ചിട്ട് ഇവിടെ മെഡിക്കൽ കോളേജിൻ്റെ തന്നെ ഒരു ചെറിയൊരു കഫേ ഉണ്ട് കേട്ടോ. എന്താ ടെൻഷൻ? എല്ലാം നോർമലാന്നല്ലേ പറഞ്ഞു, കുഴപ്പമില്ലെന്നല്ലേ പറഞ്ഞു. പ്രഷറിന് ഇനി മരുന്നൊന്നും കഴിക്കണ്ടല്ലോ, പിന്നെ എന്തിനാ ടെൻഷൻ? വിഷ്ണുട്ടുള്ള ടെൻഷൻ. അപ്പോൾ മെഡിക്കൽ കോളേജിലാണ് കേട്ടോ, അത്താണി മെഡിക്കൽ കോളേജിൽ. അപ്പോൾ നമ്മൾ പ്രസവം കഴിഞ്ഞിട്ട് ചെക്കപ്പിന് വന്നതാണ്. ചെക്കപ്പിന് വന്നു, ഡോക്ടറെ കാണിച്ചു. പ്രഷർ കുഴപ്പമൊന്നുമില്ല, പ്രഷറാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. പിന്നെ ചെറുതായിട്ടൊരു ബ്ലീഡിംഗ് ഒക്കെ കണ്ടു. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്, ടോയ്ലറ്റിലൊക്കെ പോകുമ്പോഴേ. അതൊന്നും കുഴപ്പമില്ല, ഒക്കെ നോർമലാണെന്നാണ് പറഞ്ഞത്. അവർ ഫുള്ള് അല്ലേ ബോഡി ചെക്കപ്പ് ഫുള്ള് നോക്കിയില്ലേ? ബോഡി ചെക്കപ്പ് നോക്കിയപ്പോൾ ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഉണ്ണിവാവ് ഈ നേരം വരെ ഇടങ്ങറുണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം അവിടെ ചെന്നപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഈ നേരം വരെ മൂപ്പര് ഉണർന്നിട്ടില്ല. അങ്ങനെ വെറുതെ കണ്ണ് തുറക്കുക, കുറച്ച് നേരം കളിക്കുക, വെള്ളം കുടിക്കുക, കിടക്കുക. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എന്തായാലും മഴ വരുന്നുണ്ട്, വീട്ടിലേക്ക് പോവാണ്. വണ്ടി നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത്, 2 വീലർ ഇട്ടാൽ. അപ്പോൾ വീട്ടിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. കാരണം നല്ലൊരു മഴ വരുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോയി. ഇപ്പോൾ പ്രസവം കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലാണ് പിന്നെ ചെക്കപ്പിന് പോയത്. അതായത് 20ാം ദിവസത്തിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയപ്പോൾ ദൃശ്യക്ക് കാണിക്കാനുള്ള ആ ഒരു ഡേറ്റ് അന്നായിരുന്നു, പ്രസവം കഴിഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾക്ക് അന്ന് കാണാൻ പറ്റിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഉണ്ണിക്ക് മഞ്ഞപ്പിത്തം കാണിക്കാനുള്ള ആ ഒരു ടെൻഡൻസി കൂടി ഉള്ളത് കൊണ്ട് രണ്ടും കൂടിയിട്ട് 2 പേരുടെ OP എടുത്തിട്ട് കാണിക്കാൻ അവിടെ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ അന്ന് കാഷ്വാലിറ്റിയിൽ ഉണ്ണിക്ക് മഞ്ഞപ്പിത്തത്തിൻ്റെ കാണിച്ചു. അപ്പോൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ 3:30ക്ക് റിസൾട്ട് വന്നു. ഞങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ടാണ് അന്നത്തെ ദിവസം വന്നത്. ഇപ്പോൾ ഇതാ ദൃശ്യക്ക് ഇന്നത്തെ ഡേറ്റിൽ ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇന്ന് ഡോക്ടറുടെ ഡേറ്റാണ്. അപ്പോൾ ഞങ്ങളിന്ന് പോയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. ടിക്കറ്റ് കിട്ടിയത് ഞങ്ങൾക്ക് 40ാമത്തെ നമ്പർ ആകുമ്പോഴേക്കാണ്, ഞങ്ങൾക്ക് 80ാമത്തെ നമ്പറാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ 40 ആയിട്ടുള്ളൂ അവിടെ കൗണ്ടറിൽ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് 2 പേരും കൂടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേറെ ഒന്നുമല്ല, ഞങ്ങൾക്ക് ഡെലിവറിയോട് കൂടിയിട്ട്, അതായത് ഈ ഡെലിവറിയോട് കൂടിയിട്ട് പ്രസവം ഞങ്ങൾ നിർത്തണോ വേണ്ടേ എന്നുള്ളതാണ് ഇപ്പോൾ ഒരു കൺഫ്യൂഷനായിട്ടിരിക്കുന്നത്. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയണത്, ശരിക്കും ഇപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ നമുക്കന്ന് എൻ്റെ അമ്മയുടെ അനിയത്തി മേമയാണ് വന്നു നിന്നുണ്ടായിരുന്നത്. ഇനി അങ്ങനെ വീണ്ടും നമ്മളിപ്പോൾ ഒരു അഡ്മിറ്റും കൂടി ആവുമ്പോൾ എന്തായാലും അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ആ ഒരു ഡേ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ എങ്ങനെയാണ് ഇനി ആരാണ് കൂടെ നിൽക്കുക? മേമയ്ക്ക് ഈ പറഞ്ഞ പോലെ ജോലിയുള്ള കാര്യങ്ങളാണ്. വിളിച്ചാൽ ഒരു പക്ഷേ വരുമായിരിക്കും. പക്ഷേ ഇനിയിപ്പോൾ ഉണ്ണിയുടെ കാര്യമുണ്ട്, ഇനി ദിയയുടെ കാര്യമുണ്ട്. അപ്പോൾ ദിയയ്ക്ക് ഇപ്പോൾ ക്ലാസ്സുള്ളൊരു സമയമാണ്. അപ്പോൾ ഇതിൻ്റേതായ ഒരു പ്രശ്നം അങ്ങനെ നിൽക്കുന്നുണ്ട്, ആളില്ലാത്തതിൻ്റെയും. പിന്നെ സാമ്പത്തികമായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഇനി ഹോസ്പിറ്റലിൽ ചിലവ് വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തൊരു ടൈം കൂടിയാണ്. അതിപ്പോൾ സപ്പോസ് നമ്മൾ ആരെങ്കിലും അടുത്തൊക്കെ സുഹൃത്തുക്കളുടെ അടുത്ത് പറഞ്ഞാൽ അവിടുത്തെ ആ ഒരു കാര്യം മെയിൻറ്റെയിൻ ചെയ്യാം. പക്ഷേ അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ഒരു ടൈറ്റായി നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിച്ചു, ശരിക്ക് പ്രസവം നിർത്തുകയാണെങ്കിൽ എന്നാണെന്ന് പറഞ്ഞാൽ എത്ര ദിവസം? 45 ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടർ നിർത്തി തരാമെന്നുള്ളതാണ് ഡോക്ടർ അന്ന് പറഞ്ഞത് ഞങ്ങൾ ഡിസ്ചാർജ് ആകുമ്പോൾ. അപ്പോൾ ഇപ്പോൾ ഇന്നേക്ക് 24 ദിവസമായി. അപ്പോൾ ഞങ്ങളങ്ങനെ ആലോചിച്ച് നോക്കണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടേതായ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ദൃശ്യ പറയുന്നത് പ്രസവം ഇതോടുകൂടി നിർത്തുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റെസ്റ്റിൽ തന്നെ കാര്യങ്ങൾ നടന്ന് മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ് ചോദിക്കുന്നത്. 2 കാര്യം ഇപ്പോൾ കൺഫ്യൂഷനായിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങളിപ്പോഴും ഒരു തീരുമാനം എടുത്തിട്ടില്ല. പ്രസവം ഇപ്പോൾ 45 ദിവസം കഴിഞ്ഞിട്ട് ഇനി നിർത്തണോ അതോ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നിർത്തണോ എന്നുള്ളതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു കൺഫ്യൂഷൻ. അതൊക്കെ ഇങ്ങനെ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇരിക്കണം. അപ്പോഴേക്കും ഞങ്ങളുടെ 80ാം നമ്പർ വന്നു. ഞങ്ങളങ്ങനെ കയറി ഡോക്ടറെ കണ്ടു. അപ്പോൾ ഞാൻ ഉണ്ണീനെ എടുത്ത് പുറത്തിരുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ചിൻ്റെ ഒരു ഉണക്കത്തിനെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചത്. പിന്നെ ബ്ലീഡിങ് ഇടയ്ക്ക് കാണുന്നുണ്ടെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അത് നിങ്ങൾ സ്ത്രീകൾക്കാകുമ്പോൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അറിയാമല്ലോ. അപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. കൃത്യം പറയുകയാണെങ്കിൽ എത്ര ആഴ്ചയ്ക്ക് അത് 3 മാസം വരെ ഉണ്ടാവും. സ്റ്റിച്ച് ഉണങ്ങാനും സമയം സ്റ്റിച്ച് തന്നെ പോകണം, അതൊക്കെ ഒബ്സർവായി പോയിക്കോളും എന്നാണ് പറഞ്ഞത്. അങ്ങനെ അപ്പോൾ അത്രയും ദിവസം വരെ ബ്ലീഡിങ് കാണും എന്നുള്ളത് തന്നെയാണ് പറയണത്. പിന്നെ വേറെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. അവർ ഫുള്ള് ചെക്കപ്പ് ചെയ്തല്ലോ അല്ലേ, ബോഡി ചെക്കപ്പ് ചെയ്തപ്പോൾ ഒരു വലിയ അലമ്പൊന്നും ഇല്ലയെന്ന് പറഞ്ഞു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു.
പിന്നെ പ്രഷർ ആയതുകൊണ്ടാണ് ദൃശ്യക്ക് അഡ്മിറ്റ് അന്ന് പെട്ടെന്ന് തന്നെ ഡേറ്റിനേക്കാളും മുന്നേ അഡ്മിറ്റ് ആയത്. പ്രഷർ കുറച്ച് വ്യത്യാസമുള്ളൂ. അപ്പോൾ തന്നെ അഡ്മിറ്റ് ചെയ്തു. ഇനി ഉണ്ണിക്ക് വേറെ വയ്യായ്കൾ ഉണ്ടാവരുതെന്ന് വെച്ചിട്ടാണ് അന്ന് അഡ്മിറ്റ് ചെയ്തതും അപ്പോൾ തന്നെ ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഇപ്പോൾ പ്രഷർ നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല. ഇനി ഞങ്ങളുടെ അടുത്ത് എത്ര ദിവസം വരെ നോക്കാനാണ് പറഞ്ഞത്? ഒരാഴ്ചയോ? ഒരു മാസം, ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് നോക്കാം. ഒരു മാസം വരെ? ഒരു മാസം നോക്കണം, ആഴ്ചയിൽ ഓരോ ദിവസം. ആഴ്ചയിൽ ഓരോ ദിവസം, ഒരാഴ്ചയിൽ ഓരോ ആഴ്ച കൂടുമ്പോൾ നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പ്രഷർ. അങ്ങനെ ഒരു മാസം വരെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. വേറെ മരുന്നും ടാബ്ലറ്റും കാര്യങ്ങളൊന്നും തന്നിട്ടില്ല, ഇല്ലല്ലോ? ഇല്ല. അപ്പോൾ ഓക്കെ, നോർമലാണ്, എല്ലാം വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകുന്നു. ഇനിയിപ്പോൾ ഉണ്ണിയുടെ 28 എന്ന് പറഞ്ഞ ഒരു ചടങ്ങിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പോഴേക്കും നമുക്ക് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും വർക്കുകൾക്കൊക്കെ ഇറങ്ങാൻ കഴിയണം എന്നുള്ള ആ ഒരു ഇതും കൂടി ഉണ്ട്. എങ്കിലും കൂടിയിട്ട് ഭംഗിയായിട്ട് എങ്ങനെയെങ്കിലൊക്കെ ആ പരിപാടികൾ നടക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഓക്കെ, നമ്മൾ ഇന്നത്തെ ഒരു വിശേഷം പങ്കുവെച്ചു. വരുന്ന വഴിക്ക് ഞങ്ങൾ മെഡിക്കൽ കോളേജിൻ്റെ ക്യാൻറ്റീനിൽ കയറിയിട്ട് തന്നെ ഓരോ സാൻഡ്വിച്ച് കഴിച്ചു, പിന്നെ ഓരോ സാധാ ലൈമും കുടിച്ചു. കാലത്ത് ഞങ്ങൾ ഇവിടുന്ന് ഇഡ്ഡലി കഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഇപ്പോൾ വിശപ്പിൻ്റെ ഒരു ടൈം ആയി തുടങ്ങി. ഞങ്ങൾ ചോറ് മേടിച്ചു കൊണ്ടുവന്നുണ്ട്, പാർസൽ ഞങ്ങൾ മേടിച്ചു. ഇനി ചോറ് ഞങ്ങൾ ഉണ്ണാൻ പോവാണ്. ഇവിടെ ഇനിയിപ്പോൾ ചോറൊക്കെ വെച്ച് വരുമ്പോഴേക്കും സമയവും. കാലത്ത് പിന്നെ നമ്മൾ വെള്ളം വെച്ചിട്ടാണ് പോയത്, ചോറിന് അരിയിടാൻ പറ്റിയില്ല. കാരണം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ഈ ഹോസ്പിറ്റൽ കേസ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളൊരു ദിവസം അങ്ങനെ ഹോസ്പിറ്റലിൽ പോകും. അപ്പോൾ നേരത്തെ കൂട്ടി നമ്മൾ ഇവിടുന്ന് ഇറങ്ങേണ്ട കാര്യമുണ്ടല്ലോ. അപ്പോൾ ദിയേനെ കാലത്ത് സ്കൂളിൽ വിട്ടിട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെ ഒരു വിശേഷം പറഞ്ഞെന്ന് മാത്രം. എല്ലാവരും ഭക്ഷണം കഴിക്കുക, ഞങ്ങളും കഴിക്കാൻ പോവാണ്. ഇതാ വന്നിറങ്ങി, വാതിൽ പോലും തുറന്നിട്ടില്ല. ഒന്ന് വന്നു ഞങ്ങളുടെ ഫ്രണ്ടിൽ തിണ്ടിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഉണ്ണിവാവ ചെറുതായിട്ട് നനച്ചു, അപ്പോൾ പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ.